പള്ളി പ്ലാന്റേഷൻ തോട്ടത്തിലുള്ള കൊമ്പൻ അവശ നിലയിൽ തന്നെ നീങ്ങാനാകാതെ നിൽക്കുന്ന കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ നൽകാൻ കോടനാട് നിന്ന് പ്രത്യേക മെഡിക്കൽ സംഘം എത്തും. ഇന്നലെ രാവിലെ മുതൽ ആന പ്ലാന്റേഷൻ യാർഡിന് സമീപം തന്നെ കിടക്കുകയാണ്. വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, മെഡിക്കൽ സംഘം എപ്പോഴേക്കാണ് എത്തുക? എന്തൊക്കെ കാര്യങ്ങളാണ്, പദ്ധതികളാണുള്ളത്? എങ്ങനെയാണ് ഈ കൊമ്പനെ ചികിത്സിക്കുകയും മറ്റും ചെയ്യുക? എനിക്കും വലിയൊരു ആശങ്കയുണ്ട്. കാരണം കാട്ടാനയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ചികിത്സിക്കുക, മെരുക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും ലിഷോയ്? അതായത് നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെത്തിയ ശേഷം ഈ ആനയെ നിരീക്ഷിക്കുകയാണ്. ഈ നിരീക്ഷണത്തിന് ശേഷം കൂടുതൽ ശാരീരിക അവശതകളുണ്ട് എന്ന് റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ കോടനാട് നിന്ന് മെഡിക്കൽ സംഘം എത്തും എന്നുള്ളതാണ്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തുന്നത് വരെ ആന കിടക്കുകയായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റത്. പക്ഷെ അപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് ആനയ്ക്ക് പോകാനായി കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്ലാന്റേഷൻ്റെ എണ്ണപ്പന തോട്ടത്തിലാണ് ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ ഇത്രയും വലിയൊരു ഏരിയയിൽ സ്ഥിരമായി ആന എത്താറുള്ളതാണ്. ഇതിന് തൊട്ട് അപ്പുറത്ത് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ പുറകുവശത്തായി ചാലക്കുടി പുഴയാണ്. പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം ആന ഈ എണ്ണപ്പന തോട്ടത്തിലേക്കെല്ലാം കയറി ഇവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് തിരികെ പുറകിലുള്ള ആ കാട്ടിലേക്ക് കയറി പോവുകയാണ് പതിവ്. പക്ഷേ ഈ 2 ദിവസമായി ഈ ആന അത്തരത്തിൽ ചെയ്യുന്നില്ല. ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം ഇവിടെ എത്തി ഇന്നലെ രാവിലെ മുതൽ ഈ മേഖലയിൽ തന്നെയാണ്, ഇവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ആനയെ നിരീക്ഷിച്ചിരുന്നു. അപ്പോഴും ആനയ്ക്ക് അവശതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈ ആന ഏഴാറ്റുമുഖം ഗണപതി എന്നാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ ഈ കാട്ടുകൊമ്പനെ ഒരു പേരിട്ട് വിളിക്കുന്നത്. ഈ കൊമ്പൻ സാധാരണഗതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാത്ത ഒരു ആനയാണ്, ആളുകളെ ഓടിക്കാത്ത അങ്ങനെയുള്ള ഒരു ശാന്ത സ്വഭാവമുള്ള ഒരു ആനയാണെന്നാണ് ഇവിടുത്തെ കാട്ടാന പ്രേമി സംഘം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ആന ഈ ജനവാസ മേഖലകളിലേക്കെല്ലാം തന്നെ പോയിരുന്നു. അവിടെ കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഈ പുഴ കടന്ന് വീണ്ടും ചാലക്കുടി പുഴ കടന്ന് പ്ലാന്റേഷൻ മേഖലയിലേക്ക് എത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആനയുടെ ശാരീരിക സ്ഥിതി മോശമാണ്, അല്ലെങ്കിൽ അതിന് അവശതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ പ്രാഥമികമായി പറയുന്നത്. കോടനാട് നിന്ന് പ്രത്യേക മെഡിക്കൽ സംഘം ആനയ്ക്ക് ചികിത്സ ആവശ്യമെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് DFO ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അത് ആനയെ കൃത്യമായി കുറച്ചും കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കും അത് എപ്പോഴത്തേക്കായിരിക്കും, ഏത് രീതിക്കാണ് ആനയ്ക്ക് വേണ്ട നിരീക്ഷണങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ ചികിത്സകളെല്ലാം തന്നെ നൽകേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക. കഴിഞ്ഞ വർഷവും ഇതിന് സമാനമായി തന്നെ കുറച്ച് ദിവസങ്ങൾ ഈ ആനയെ നിരീക്ഷിച്ചിരുന്നു. ഇതേ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നതിനാൽ ഈ വേറെ ചികിത്സയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന കാട്ടുകൊമ്പൻ ഈ പ്ലാന്റേഷൻ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. ശരി ലിഷോയ്.